ചേന ചേർത്തുണ്ടാക്കുന്ന ഒരു ഉണക്ക ചെമ്മീൻ കറിയാണ് കേട്ടോ. ഒരു കറിപ്പാത്രത്തേക്ക് അര സവോളയും ഒരു വലിയ തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 150 ഗ്രാം ചേന കട്ട് ചെയ്തതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേന നമുക്ക് കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം തിളച്ച് ചേനയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണക്ക ചെമ്മീൻ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചേറെ അളവിൽ ഉണക്ക ചെമ്മീൻ വാങ്ങിയിട്ട് പൊടിച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കറിയിലേക്ക് ഇൻസ്റ്റൻ്റായി യൂസ് ചെയ്യാം. കുറേ കാലം കേട് വരാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ചെമ്മീൻ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് നന്നായി തിളച്ച് വന്നോട്ടെ. അപ്പോഴേക്കും ഒരു ഇത്തിരി തേങ്ങ റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങയും 2 കുഞ്ഞു കഷ്ണം ഉള്ളിയും ഒരു നുള്ള വേപ്പിലയും കൂടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. തേങ്ങ കറിക്ക് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 ടീസ്പൂണ് വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും കൂടെ മൂപ്പിച്ച് കറിക്ക് ചേർത്ത് കൊടുക്കാം. ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ. നിങ്ങൾ